ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പരമശിവന്റെ പാർവതി അല്ല, പടനിലത്ത് പത്മനാഭന്റെയും സൗഭാഗ്യയുടെ മകൾ പാർവതിയുടെ കാര്യം ഞങ്ങൾ ഈ പറയുന്നത്. അമ്മാവിന്റെ പേര് വിളിക്കുന്നോടി. എവിടെ പോന്നു? വിഷയം മാറ്റണ്ട. ആ പേര് കേട്ടപ്പോ തന്നെ മുഖത്തെ പ്രകാശം. ആ, ഞാൻ പോവാ. പക്ഷേ എനിക്കൊരു കാര്യം അറിയണം. ഏട്ടന്റെ മനസ്സില് പാറു ചേച്ചി ഉണ്ടോ ഇല്ലയോ? പാറു ചേച്ചി ഇല്ലെന്നേട്ടൻ കള്ളം പറയണ്ട. ഏട്ടൻ പാറച്ചേച്ചി കൊണ്ട് ബൈക്കിൽ പോകുന്ന രശ്മിച്ച് കണ്ടല്ലോ. പാറുവായിട്ട് ബൈക്കിൽ പോയെന്നുള്ളത് സത്യം തന്നെയാ. അതിന് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന അർത്ഥമൊന്നുമില്ല. ഏട്ടൻ വെറുതെ നുണയൊന്നും പറയണ്ട. ഏട്ടന് പാർവതിയോട് ഇഷ്ടമുണ്ട്. എന്താ ഇല്ലേ? ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നോട് പറ. മോളെ, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്കതിനുള്ള അർഹതയുണ്ടോന്ന് ആദ്യം ചിന്തിക്കണം. പാറു ഒരു ഡോക്ടറാ, ഞാൻ വെറും ഒരു പലവ്യഞ്ജന കടക്കാരൻ. ഞങ്ങൾ തമ്മിലുള്ള അന്തരമേ രാജകുമാരിയെ സ്നേഹിച്ച വിഷക്കാരനെ പോലെ. അങ്ങനെ എന്റെ ഏട്ടൻ സ്വയം ചെറുതാവൊന്നും വേണ്ട. പണം കുറച്ച് കുറവായിരിക്കും, പക്ഷെ പാർവതിയുടെ ഭർത്താവാകാനുള്ള എല്ലാ യോഗ്യതയും എന്റെ ഏട്ടനുണ്ട്. മോളെ, നമ്മൾ തല മറന്ന് എണ്ണയക്കാൻ പാടില്ല. ഇംഗ്ലീഷില് 4 അക്ഷരം കൂട്ടി വായിക്കാൻ അറിഞ്ഞൂടാത്ത ഞാനേ ഒരു ഡോക്ടറുടെ ഭർത്താവേ ആൾക്കാർ കളിയാക്കി ചിരിക്കും. എന്റെ ഏട്ടാ, ഇംഗ്ലീഷ് പറയുന്നതൊന്നും അല്ല ജീവിതം, ഒരാളുടെ സ്വഭാവ. പാർവതിക്ക് ഏട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടുകയെന്ന് വെച്ചാ അതവളുടെ ഭാഗ്യ. അതെ ഏട്ടാ, ഏട്ടാ സൂപ്പറാ. ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുതെന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നതേ അമ്മ ഒറ്റ ഒരാൾ കാരണം. അങ്ങനെയുള്ള ആ ആളിനോടും കുടുംബത്തിനോടും നമ്മൾ ഒരു നെറുകേടും കാണിക്കാൻ പാടില്ല. അത് കൊള്ളാം. പാർച്ച ചേട്ടന്റെ മുറപ്പെണ്ണല്ലേ? മുറപ്പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് നെറുകേടാണോ? ചില ഇഷ്ടങ്ങള് തൽക്കാലം മനസ്സിൽ തന്നെ വയ്ക്കുന്നല്ലേ നല്ലത്. ആ ശരി ശരി, പാർവതി പരിണയം പറഞ്ഞുകൊണ്ടിരിക്കാതെ അവനവന്റെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയേ. പൊടി പോ. എന്തു നോക്കിയേക്കാ? പോയി പണി നോക്കാൻ പൊടി.